എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4 ആണ്. എങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു നമ്പർ 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ആക്ച്വൽ ഡിവിഷൻ ചെയ്യാതെ ചെക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്ക് നോക്കാം. ഏത് നമ്പറിനെയാണോ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, ആ നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന ആ നമ്പർ എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ആ എൻറ്റയർ നമ്പർ എന്ന് പറയുന്നതും 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന നമ്പറിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന നമ്പർ ഏതാണ്? 12 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 12 എന്ന് പറയുന്ന നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ എൻറ്റയർ നമ്പർ എന്ന് പറയുന്നതും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന നമ്പർ 56,392 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. 56,392 ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കൊണ്ടുണ്ടാവുന്ന നമ്പർ ഏതാണ്? 92. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4 പ്രകാരം നമ്മളിനി എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഈ 92 എന്ന് പറയുന്ന നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 92നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഷ്യൻ്റായി 23യും റിമൈൻഡറായി 0യുമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 92 എന്ന് പറയുന്നത് 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ആയതിനാൽ നമുക്ക് എന്ത് പറയാം? 56,392 എന്ന് പറയുന്ന നമ്പർ 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതായത് 56,392 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. മറ്റൊരു നമ്പർ കൂടെ നമുക്ക് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഏതാ? 65,834. ഈ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കൊണ്ടുണ്ടാവുന്ന നമ്പർ ഏതാ? 34 അല്ലേ? ഇനി 34 എന്ന് പറയുന്ന നമ്പർ 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? അല്ല. കാരണം എന്താണ്? അവിടെ കിട്ടുന്ന കോഷ്യൻ്റ് എന്ന് പറയുന്നത് 8ഉം റിമൈൻഡർ എന്ന് പറയുന്നത് 0 അല്ല, പകരം 2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 34 എന്ന് പറയുന്നത് 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4 പ്രകാരം നമുക്ക് എന്ത് പറയാം? 65,834 എന്ന് പറയുന്ന നമ്പറും 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇനി എത്ര വലിയ നമ്പർ തന്നു കഴിഞ്ഞാലും നമുക്ക് 4 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി എളുപ്പത്തിൽ ചെക്ക് ചെയ്യാലോ. അവസാനത്തെ 2 ഡിജിറ്റ് കൊണ്ടുള്ള നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി.